കൊടുങ്ങല്ലൂര് ഓക്കെ കൊടുങ്ങല്ലൂര് എറണാകുളത്ത് എത്തിയിട്ടില്ല തൃശ്ശൂർ പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴേക്കും ഏട്ടൻ വന്നു. മോർണിംഗ് ഫ്ലൈറ്റിനാണ് വന്നത്. വന്നിട്ടുള്ള സ്നേഹപ്രകടനങ്ങളും പിന്നെ അവരുടെ വിശേഷം വച്ചിലൊക്കെയാണ് നമ്മൾ കണ്ടത്. കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ, കാരണം സർപ്രൈസ് വിസിറ്റ് ആയിരുന്നല്ലോ. ഹണിമൂൺ പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആൾ. പിന്നെ ഇതേ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽക്കപ്പയും ബീഫും നമ്മൾ വീട്ടിൽ വെച്ചു, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എക്സ്പ്രഷൻ കിട്ടിയില്ല, ഒന്നും കൂടി എങ്ങനെയുണ്ട്? ജെന്യുവൻ റിവ്യൂ പറ. ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. എങ്ങനെയുണ്ടതാ? അമ്മ സ്പെഷ്യൽ പാൽക്കപ്പ. ഞാൻ അധികം ബീഫ് ഇട്ടിട്ടില്ല, കുറച്ച് ചാറ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാം. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ മാത്രമല്ല കേട്ടോ, പക്ഷേ ഞാനത് വീട്ടിലുണ്ടാക്കി. ഞാൻ ചോദിച്ചാൽ ബീഫ്, ഇത് ബീഫിൻ്റെ ബെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ആക്ച്വലി അവർ മോർണിംഗ് വന്നിട്ടേ ഉള്ളൂ, പക്ഷേ ഇന്ന് നൈറ്റ് ഫ്ലൈറ്റിന് അവർ ഡൽഹിയിലോട്ട് പോവാണ്. കാശ്മീരിലോട്ടാണ് കേട്ടോ അവർ ഹണിമൂൺ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഒരു ഈവനിങ് ടൈം ആവുമ്പോഴേക്കും അജിത്ത് വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അവരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലോട്ട്. അവർ കാര്യമായിട്ടുള്ള ടിക്കറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മൾ ഡിപ്പാർച്ചറിൻ്റെ ഭാഗത്താണ് കേട്ടോ നിൽക്കുന്നത്. അവരെടുത്തിരിക്കുന്ന ഫ്ലൈറ്റ് എയർ ഏഷ്യയാണ് കേട്ടോ. ഇവിടുന്ന് കൊച്ചി ടു ഡൽഹിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ അവിടുന്ന് ടു ശ്രീനഗറിലോട്ട്. അങ്ങനെ പിന്നെ കുറച്ച് ലഗേജ് അവരെടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ 3-4 പെട്ടി കൊണ്ടുപോയേനെ. പക്ഷേ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്, കാരണം ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരുപാട് ലഗേജ് എടുത്താൽ ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ കുറച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ചേട്ടൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം സെറ്റായി. അവർ ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ് ലോഞ്ചിൽ. അപ്പോൾ ഇനി അവർ കയറിപ്പോട്ടെ അല്ലേ. അപ്പോൾ അവർക്ക് ഞാനൊരു ഹാപ്പി ജേണി പറഞ്ഞിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോവാം. അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ എത്തിയപ്പോഴേക്കും വിചാരിച്ച് ഒരു കാപ്പച്ചീനോ ഒക്കെ കുടിക്കാം, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിലുള്ള നവ്യ ബേക്ക് ഷോപ്പിൽ കയറി കേട്ടോ. നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ, നല്ല കാപ്പച്ചീനോ ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു ചിക്കൻ ചീസി ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ ഏട്ടനും ശ്രേയയും സേഫായിട്ട് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലെത്തി. ശ്രീനഗറിലാണ് കേട്ടോ അവർ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഹണിമൂൺ അവർ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസൊക്കെ അയച്ചു തന്നു കേട്ടോ, പിന്നെ കുറേ വീഡിയോസൊക്കെ അയച്ചു തന്നു. അപ്പോൾ അവിടെ അടിപൊളിയാണെന്ന് പറഞ്ഞത്. ഇത് സ്നോ ടൈം അല്ല, നോർമൽ സമ്മർ ടൈമാണ്. പക്ഷെ ഇപ്പോഴാണ് അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കാണേണ്ട ടൈം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചു, എന്തെങ്കിലും ഒരിക്കലും ഞാനും പോയിരിക്കും കാശ്മീരിൽ. അത്രയ്ക്ക് അടിപൊളിയൊരു സ്ഥലമാണ്. സോ നിങ്ങൾ മിസ് ചെയ്യരുതേ. ശ്രേയ, കാശ്മീർ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എവിടേക്കൊക്കെ പോയി? ഗുൽമർഗ് പോയി, പാൽഗ്രാം പോയി, ദൂദ് പത്ര പോയി, ആപ്പിൾ ഫാം പോയി. പിന്നെ വിന്ററിൽ പോണം. ഉണ്ടായിരുന്നു കാശ്മീർ അടിപൊളി. എത്ര ദിവസം നിന്നോ നിങ്ങള് കാശ്മീർ പോയിട്ട്? 6 ദിവസം നിന്നുള്ളൂ. ഒരു ആഴ്ച കണ്ട് പോയില്ലേ? 2 ദിവസം ഡൽഹിയിൽ, 3 ദിവസം ഡൽഹിയിൽ. ഓ, ഇവിടുന്ന് 4 നൈറ്റും 5 ഡേയും. ഇവിടുന്ന് നേരെ ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി പോയി. 1 ഡേ ഡൽഹി കറങ്ങി. അവിടെ നിന്ന് നേരെ ട്രെയിനിൽ ജമ്മുന്ന് നേരെ ബനിഹാൽ വരെ ബസ്സിൽ നല്ല അതിസുന്ദരമായ യാത്ര. അതിസുന്ദരമായ യാത്ര ബനിഹാലിൽ നിന്ന് ട്രെയിൻ ശ്രീനഗർ വരെ ഒരു ടോയ് ട്രെയിൻ സെറ്റപ്പ് ആണ്. ടോയ് ട്രെയിൻ എന്നൊക്കെ പറയണ പോലെ ഈ ഡൽഹി ഈ ഊട്ടിയിലൊക്കെ ഉള്ള സെറ്റപ്പ്.
ഓ അത് പോണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ ഫ്ലൈറ്റ് വന്നു തിരിച്ച് ഡൽഹി ടു കൊച്ചി. ഓഫ് പൊളി യാത്ര. സ്റ്റേ ഒക്കെ 4 നൈറ്റ്. എവിടെയാ സ്റ്റേ ഉണ്ടായിരുന്നേ? 3 നൈറ്റ് ഹോട്ടലിൽ, 1 നൈറ്റ് ഒരു ഐലൻഡില്. ഐലൻഡോ? അത് ഈ ഡാൽ ലേക്കിന്റെ ഉള്ളിൽ ഒരു ഐലൻഡ് ഉണ്ട്. ഡാൽ ലേക്ക് എന്ന് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു ബോട്ടിന്റെ സ്ഥലം. അവിടെ നിന്നു ഒരു ദിവസം. അത് ഐലൻഡ് ആണോ? അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ഐലൻഡ് ഉണ്ട്. അതൊരു ലേക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്ന ഹോട്ടലുണ്ട് അവിടെ. പിന്നെ ഷിക്കാർ റൈഡ് പോയി, പഹൽഗാം പോയി, ഗുൽമാർഗ് പോയി, ഹോഴ്സ് റൈഡിങ് ചെയ്തു, കേബിൾ കാറിൽ പോയി. പിന്നെന്തായിരുന്നു, മഞ്ഞുള്ള സ്ഥലത്തേക്ക് എത്തി, ടോപ്പ് എത്തി, ഒരു വ്യൂ പോയിന്റ്. ദൂത്പത്രി പോയി, ആപ്പിൾ തോട്ടം പോയോ? ആപ്പിൾ പറിച്ചു. ആപ്പിൾ പറിക്കാൻ സമ്മതിച്ചില്ല. പേരൊക്കെ പറിച്ച പോലെ. ഓർക്കത്തിൽ നിന്ന് എനിക്ക് വരികയാണ് ഗൈസ്. ഫോട്ടോ ഹാഷ്ടാഗ് ആയിട്ട് ഉറക്കത്തിൽ നിന്ന് എണീച്ചു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പെൺകുട്ടികളാ സ്ക്വിഡ് വളരെ വെറൈറ്റി ആയിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാളേരക്കൊത്തക്കകത്ത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നാളേരക്കൊത്തൊക്കെ ഇട്ടിട്ട് ഇത് ഫ്രഷ് സ്ക്വിഡ് ആട്ടോ. അത് എവിടുന്നാ ശ്രേയ? ഫ്രഷ് സ്ക്വിഡ് വീട്ടിൽ ടേസ്റ്റ് കൂടുതലുണ്ട്. അതെ. ഇത് എവിടുന്ന? നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വഞ്ചിച്ചായിട്ട് പോയിട്ട് എടുത്തിട്ട് വരുന്ന സംഭവല്ലേ? ചേട്ടാ പറഞ്ഞ ആരെടുത്തിട്ട് വന്നത്? തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ തോണിയില് വെള്ളത്തിൽ പോകുന്നുണ്ട്. ആ ചേട്ടൻ കൊണ്ടുവരുന്ന ഫ്രഷ് മീനും ഫ്രഷ് കൂന്തള് കാര്യങ്ങളാണ് അവര് കൊണ്ടുവരുന്നത്. അത് നമ്മള് കൊണ്ടുതരും. ഏത് വെള്ളം അടുപ്പിക്കണ കരയിൽ പോയാലും കിട്ടും. ആ കര ഏതാ നിന്റെ അവിടുത്തെ കര? അഴീക്കോട് ബീച്ചിന്റെ അവിടെയാണ് ശ്രേയയുടെ വീട് വരുന്നത്. സോ നമ്മുടെ ഫ്രഷ് സ്ക്വിഡ് അവിടെ. സ്ക്വിഡിന്റെ അതൊന്നും അടുത്ത സ്ക്വിഡ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് നമ്മുടെ സ്ക്വിഡ്. അമ്മ ഉണ്ടാക്കിയ നമ്മുടെ സ്പെഷ്യൽ സ്ക്വിഡ്. അനിയ മസാലയാണ്. നമ്മൾ മറ്റേ ബോട്ട് പോയില്ലേ, ആ ഒരു ടേസ്റ്റ് തോന്നിയത്. വാ അപ്പോൾ കഴിക്കട്ടെ. ഇന്ന് ആക്ച്വലി ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഏട്ടന്ന് തിരിച്ചു പോവാണ് ദുബായിലോട്ട്. അപ്പോൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. നല്ല കണ്ടിട്ടുണ്ടോ? അത് ഇതാണ് ചക്കട. ഇത് നമ്മുടെ മറ്റേ കറുവാപ്പാട്ടയുടെ മറ്റോ മരത്തിൻ്റെ ഇലയില്ലേ, ആ ഇലയിൽ വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഭയങ്കര ടേസ്റ്റായി. കാണുന്ന ഒന്നല്ല, പക്ഷേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതാണ് അടുത്ത ഐറ്റം. കൊള്ളാം, നല്ല മധുരമാണ്. ചക്കയിൽ ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ഐറ്റമായിരിക്കും. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിനിടയിലൊരു അബദ്ധം പറ്റി. ഞങ്ങൾ ഓൾറെഡി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെയാണ് ആലോചിച്ചത് കുറച്ച് സാധനങ്ങളും കൂടി വെക്കാനുണ്ടെന്ന്. അപ്പോൾ വീണ്ടും ഞങ്ങളതൊക്കെ പൊളിച്ചെടുത്ത് വീണ്ടും പാക്ക് ചെയ്തു. നമ്മളെടുത്ത ആ ബോക്സിന് കുറച്ച് ഹൈറ്റ് കൂടുതലായത് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മടക്കും തിരിച്ചും ഒക്കെ പാക്ക് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഏട്ടൻ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു 10-12 ഡേയ്സിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഈ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്നന്ന് ഈവനിങ് തന്നെ ട്രിപ്പ് പോയി. പിന്നെ ജസ്റ്റ് ഒരു 2-3 ഡേയ്സ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ആ ദിവസത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ട്രാവൽ ചെയ്യേണ്ടിയൊക്കെ വന്നു. അപ്പോൾ അത് കാരണം ഇടയിലുള്ള ഷോട്ടുകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് പോകുന്ന ദിവസത്തെയാണ് കേട്ടോ കാണിച്ചത്. പേരക്കൊക്കെ എടുത്ത് ബാഗിൽ വെച്ചോണ്ട് ഫ്ലൈറ്റിലിരുന്ന് കഴിക്കാനാ?
ചേട്ടാ കാട്ടുവന്നു ചേട്ടാ അയ്യോ 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 നെഞ്ചെടുക്കുന്നു ചേട്ടാ ഒരു ഭാര്യയുടെ രോദനം. ഒന്നുകൊണ്ട് അവിടെ ചേട്ടന്റെ ഫ്രണ്ടാണ് ഇന്ന് ചേട്ടനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. ആൾ ഓൾറെഡി എത്തി. അപ്പൊ അതെ പാവം എൻ്റെ ചേട്ടൻ പോവാനുള്ള എല്ലാ സെറ്റപ്പും ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. വാ വെട്ടിയെടുത്ത് ഇറങ്ങ, കമോൺ. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനും ഏട്ടനും പിന്നെ ശ്രേയുണ്ട്, പിന്നെ അതേപോലെ അമ്മയുണ്ട്, പിന്നെ ഇത് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മിസ്റ്റർ വിഷ്ണു ചേട്ടൻ. അപ്പോൾ ദേ ഞങ്ങൾ ജസ്റ്റ് വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ അവിടെ നിന്ന് അധികം ദൂരമില്ല കേട്ടോ. തൃശ്ശൂർ ടു കൊച്ചി എന്ന് പറയുമ്പോൾ ഒരു 1.5 hours അത്രയൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ അങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്ത് ദേ നമ്മൾ എയർപോർട്ടിലോട്ട് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ പോകുമ്പോൾ വലിയ വിഷമം ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് മുന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. 1 year 2 yearലൊക്കെ വരുള്ളൂ. ഇപ്പോൾ പക്ഷെ അങ്ങനെയില്ല. അതിപ്പോഴല്ല അങ്ങനെ ചേട്ടൻ്റെ എയർപോർട്ടിലെത്തിട്ടോ. ചേട്ടാ ചേട്ടാ പോയി വരാം അല്ലേ? പോയിട്ട് അതെ ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും വരും ഇനി. വീണ്ടും എഴുന്നള്ളും. വിഷ്ണു ചേട്ടൻ പാർക്ക് ചെയ്യാൻ പോയിക്കുക. വിഷ്ണു ചേട്ടൻ വരട്ടെ, വന്നിട്ട് ചാച്ച പറഞ്ഞ് നമുക്ക് ചേട്ടനെ കയറ്റി വിടാം. ചേട്ടൻ പോവാണ് ഗൈസ്. അപ്പുറത്തെ ഡിപ്പാച്ചർ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കാണ്. അവിടെ പോലെ നേരം സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചെക്കിനൊക്കെ കഴിഞ്ഞു, ഓൾ സെറ്റാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ലഗേജിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. പിന്നെ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്ത പരിപാടി നമ്മുടെ ശ്രേയനെ ഡ്രോപ്പ് ചെയ്യുകയാണ്. ശ്രേയനെ ഞങ്ങളങ്ങനെ കൊച്ചിയിൽ കൊണ്ടൊരു ഡ്രോപ്പ് ചെയ്തു കേട്ടോ. കാരണം അവിടെയാണ് ആൾ വർക്ക് ചെയ്യുന്നത്. ഒരു IT സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളെ കൊണ്ടുവിട്ടു. ആൾ ഇന്ന് തന്നെ ഓഫ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ വോക്കിംഗ് ആണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പോയി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആളെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ വരുന്ന വഴിക്ക് നന്നായി വിശന്നു. അപ്പോൾ ഞങ്ങൾ ആര്യാസിൽ കയറി നല്ലൊരു നെയ് റോസ്റ്റും ഒരു മസാല ദോശയും അങ്ങനെയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ വിഷ്ണു ചേട്ടൻ വന്നിട്ട് ചെറിയൊരു ട്രിപ്പിങ്ങിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. അങ്ങനെ ഏട്ടൻ ദാ വന്ന് ദേ പോയി. ഏട്ടൻ അബുദാബിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നല്ല ദിവസങ്ങളായിരുന്നു. ഒരു 12 days ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ.